അപ്പോൾ തുടങ്ങാം. അപ്പം ഞാനൊരു ഫിക്സഡ് ടൈം വെച്ചിട്ടില്ല. എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്രയും ഞാൻ എന്ത് ചെയ്യും, പഠിക്കും. മഹത്തായ വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തീർക്കണം. ദെൻ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഈ 2 റവല്യൂഷനാണ് നോക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നദികളിലേക്ക് പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഹൈബ്രിഡ് വിത്തുകളെ കുറിച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതോടുകൂടി ഞാൻ ആ ടോപ്പിക് അവിടെ അവസാനിക്കും. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന ടോപ്പിക് അവസാനിക്കും. പിന്നെ എനിക്ക് എന്തുണ്ട്, ഒരു ഹോം ട്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം കാണാം. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം PSC പഠിക്കാൻ തുടങ്ങുന്ന കുട്ടികളായി കഴിഞ്ഞാലും അത്യാവശ്യം നല്ലൊരു ലെവലിൽ പോയിട്ട്, ഞാൻ അത്യാവശ്യം നല്ലൊരു ലെവലിൽ പോയിട്ട് തിരിച്ചു വന്ന ആളാണ്. കാരണം ഞാൻ ഒരുപാട് അങ്ങ് ഉഴപ്പി നടന്നു. അപ്പോൾ ഇനി അത് പറ്റത്തില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പേരും PSC പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും കുറച്ചൊന്ന് സീരിയസ് ആയാൽ മതി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 30,000 പേരോ 40,000 പേരോ 60,000 പേരോ എത്ര വേണമെങ്കിലും മത്സരിച്ചോട്ടെ, നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കുക. എനിക്ക് ആ ഒരു പ്രശ്നമായിരുന്നു. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടൈം, 1 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂർ, ഡെയിലി 1 മണിക്കൂർ പഠിച്ചാൽ മതി. മനസ്സിലായോ? അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, ഉപയോഗം വരും. പക്ഷെ ടോപ്പിക് അറിഞ്ഞ് പഠിക്കുക, സിലബസ് അറിഞ്ഞ് പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഓക്കെ, ശരി, ബൈ ബൈ.